ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 24ാമത്തെ നോമ്പിൻ്റെ അന്ന് നമ്മൾ വീട്ടിലാണുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മോളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഓള് ഭയങ്കര ഉറക്കമാണ്. ഓൾക്ക് രാത്രി ഉറക്കം ശരിയായിട്ടില്ലായിരുന്നു, സ്ഥലം മാറിക്കിടന്നത് കാരണം കേട്ടോ. അത്താഴത്തിനൊക്കെ ഉമ്മിപ്പി നീച്ചിരുന്നു, ഞാൻ നീച്ചില്ല. എനിക്കും ഉറക്കം വന്നിട്ടില്ലായിരുന്നു. രാത്രി 1 മണി 2 മണി ആയിക്കണം ഞാൻ കിടക്കുന്ന സമയത്ത്. സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ വീട്ടിൽ കിടക്കാറ്. പിന്നെ ഇത് നമ്മൾ പുതിയ വീടാട്ടോ, പുതിയ വീടാണ്. പക്ഷേ വീട്ടിലെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, അതൊരു ഭാഗത്തുണ്ട്. വീടിൻ്റെ ശരിക്കുള്ള പണികളൊന്നും തീർന്നിട്ടില്ല, വീടിനുള്ളിലെ പണികളും തീർന്നിട്ടില്ല കേട്ടോ. നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുന്നേ മോൾക്ക് ഫ്ലാസ്കിലേക്കുള്ള വെള്ളം തിളപ്പിച്ചു. അതിനുശേഷം മോളെ ബോട്ടിൽ ഞാനൊന്ന് വാഷ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്തു കേട്ടോ. നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നുമില്ലെങ്കിൽ ഇത് ഏറ്റവും നല്ല മാർഗ്ഗമാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അവൾക്ക് കുറുക്ക് ഉണ്ടാക്കാൻ നിന്ന്. വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ രാഗിയോ അല്ലെങ്കിൽ അവളുടെ കുറുക്ക് പൗഡറോ ഒന്നും കൊണ്ടുവരാത്തത് കാരണം ഞാൻ വീട്ടിൽ സിസ്റ്ററുടെ മോളുടെ കുറുക്കിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു, അതെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ രാഗി എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രാഗിൻ്റെ കളറൊന്നും അല്ല കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അങ്ങനെ മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. കാരണം ഇന്ന് വല്ലാണ്ട് നേരം വൈകിട്ടൊന്നുമില്ല, പാകത്ത് നേരത്തിന് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഇവിടുന്ന് കുറേ ദൂരം പോകാനുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ സിസ്റ്റേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇതാണ് നമ്മളെ വീടിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ യാത്ര ആയിട്ടാണ്. കുറച്ചധികം ദൂരം പോകാനുള്ളതുകൊണ്ട് തന്നെ മോൾക്ക് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരുന്നു. ഓൾ നല്ല സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങി. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നോമ്പെടുക്കുന്ന സമയമായപ്പോൾ നല്ല ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു. നോമ്പെടുന്നപ്പോൾ നമ്മൾ സമൂസയും കട്ട്ലറ്റും കട്ട് ഫ്രൂട്ട്സുമാണ് കഴിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദാഹവും കാരണങ്ങൾ വന്നപ്പോൾ ഞാൻ പോയിട്ടൊരു മിൻറ്റ് ലൈം കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞാനും മോളും ഡ്യൂട്ടി കഴിഞ്ഞ് കണ്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. സാധാരണ അവളെ രാത്രി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല. ഇന്ന് അവളിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അവളെയും കൊണ്ടാണ് പോകുന്നത് കേട്ടോ. മറ്റേത് ഷെമിക്കാക്ക് അവളെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരലില്ല. അവൾ രാത്രി 2 ദിവസമായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ടാവുള്ളൂ. കാരണം ഇന്നും അതേപോലെ ഇന്നലെ വീട്ടിൽ പോണ സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി നല്ല ക്ഷീണവും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ ബിരിയാണി ഞാൻ ചൂടാക്കിയിട്ട് അത് കഴിച്ചു കേട്ടോ. ബിരിയാണീൻ്റെ റൈസാണിന്ന്. ഇങ്ങനെ ചൂടാക്കി വെച്ചപ്പോൾ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വിശപ്പുകൊണ്ടായിരിക്കാം മേ ബി. അത് കഴിഞ്ഞ് ഷെമിക്കാക്ക് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അറേബ്യൻ റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ ഷവായി. അപ്പോൾ അതും കൂട്ടിക്കാണ്ടും കഴിച്ചു കേട്ടോ. കുറേ വിശേഷങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് പറയാൻ. പിന്നെ ജോലിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങളൊന്നും പറയാനോ അതെടുക്കാനോ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. കാരണം ഡ്യൂട്ടീൻ്റെ തിരക്ക് തന്നെ ഏറ്റവും വലിയ കാരണം. അതിൻ്റെ കൂടെ മോളെ മാനേജ് ചെയ്യലും കൂടി ആകുമ്പോൾ അത് പറ്റുന്നില്ല, അതാണ് കേട്ടോ. ഇനി അങ്ങനെ ഒരു ദിവസം ഞാൻ ചെയ്യാം, പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല. ഈ നോമ്പിൻ്റെ ക്ഷീണവും ഒക്കെ കൂടി തലക്ക് പിടിക്കുമ്പോൾ എന്താ പറയുകയെന്നറിയില്ല. ലാസ്റ്റിക്ക് നോമ്പ് ഭയങ്കര ടൈറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയത്. ഓരോ ദിവസം കഴിയും തോറും നോമ്പ് ഭയങ്കര ക്ഷീണമായിട്ടാണ് തോന്നുന്നത്, അതെന്താ അറിയില്ല. ഏതായാലും ഫുഡ് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ഈ ഷവായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞങ്ങൾ ഓരോ അന്നത്തെ ദിവസങ്ങളിൽ ഓരോന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും അതുപോലെ ഞങ്ങൾ TV കണ്ടിരിക്കുമ്പോഴോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾ പറയാറ് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളും ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ വിളമ്പുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ദാഹിച്ചപ്പോൾ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു, അത് ഉണ്ടാക്കിക്കാണ്ട് അത് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.